നിനക്കെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? എടാ, അവൾ എനിക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണോ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പ്ലാൻ? മനസ്സിലായില്ല. എടാ, ലാസ്റ്റ് ടൈം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഉടക്കിയില്ലേ? അപ്പോൾ എപ്പം വേണമെങ്കിലും അവളുടെ അടുത്ത് നിന്ന് എനിക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. അറ്റാക്കോ? നീ എന്താ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറല്ല അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കും? നീ വലിയ വർത്താനൊന്നും പറയണ്ട, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. നീ അവളെ ചാരനാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ചാരനോ? എടാ നീ ഓരോന്ന് ആലോചിങ്ങനെ വല്ല മെന്റൽ വന്നു ആയിപ്പോ. അത് ഞാക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്ന് ആക്കി തന്നല്ലോ. അത് ശരിയാണ്. ആരെന്താക്കിന്ന് രാകേഷി പറയണേ? നിനക്ക് അവിടെ പണിയൊന്നുമില്ലേ? നീ അപ്പം ഞങ്ങൾ നിരീക്ഷിച്ചോണ്ടിരിക്കുകയായിരുന്നോ? നിരീക്ഷിച്ചിരിക്കുക? തനിക്ക് രാവിലെ തന്നെ തുടങ്ങിയല്ലേ? ആ, ഇത് തന്നെയാണ് ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ട് തുടങ്ങിയാണിത്. എടാ മതി മതി. മതിക്ക് മതി. അല്ല, മീറ്റിങ്ങിന് പോകേണ്ട സമയമായില്ലേ? വരുന്നില്ലേ? ആ മീറ്റിംഗ് അത് ഞങ്ങൾ നോക്കിക്കോളാം. മീര വാ, മീര നമുക്ക് പോവാം. നീ ഇവിടെ നോക്കിയിരുന്നു കേട്ടോ. അല്ല, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എടാ ഞാനും കൂടി ഉണ്ട്. ഹായ് ഗൈസ്, നമുക്ക് കമ്പനി ഒരു പുതിയ ടാസ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ മീറ്റിംഗ്. എന്ത് ടാസ്ക്കാണ് സാർ? അതായത് കമ്പനി കേരളത്തിലെ ബിസിനസ് വളർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ കേരളത്തിൽ ഇപ്പോൾ ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കമ്പനി കേരളത്തിലൊരു മാർക്കറ്റിംഗ് ഡ്രൈവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തൊരു മാർക്കറ്റിംഗ് ഡ്രൈവാണ് സാർ? പറയാം. അതായത് അഡ്വർടൈസിങ് മേഖലയിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു കമ്പനിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ക്ലയൻറ്റുകളുടെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ ടാസ്കേ അല്ല. പക്ഷേ നമുക്ക് ആവശ്യം പ്രീമിയം ക്ലയൻറ്റുകളുടെ തൊട്ട് താഴെ നിൽക്കുന്ന കമ്പനികളെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഷെയറാണ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാനേ ഉള്ളൂ സാർ. നമുക്ക് ചെയ്യാം എന്ന് പറയാൻ എളുപ്പമാണ് രാകേഷേ, പക്ഷെ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ കാര്യം. സർ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ കരുതലേക്ക് വരുന്നേ ഉള്ളൂ മീര, വെയിറ്റ്. ഇതൊരു മാർക്കറ്റിംഗ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ മൂഡ് ഓഫീസിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. കോമ്പറ്റീഷൻ മൂഡ് എന്ന് പറയുമ്പോൾ പറയാം. അതായത് ഏറ്റവും നല്ല ഐഡിയയുമായി നിങ്ങളിൽ ആര് വരുന്നോ അവർക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് റിവാർഡ് ഉണ്ടാവും. സാധാരണ നമ്മൾ ടീം വർക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇത് നിങ്ങളുടെ തലയിൽ ഓരോരുത്തരുടെയും ഐഡിയകൾ എന്താണെന്ന് അറിയാനും കമ്പനിക്ക് ആഗ്രഹമുണ്ട്. സാർ, ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഞാനും മനുവും കൂടെ ആയിരിക്കുമല്ലേ? കാരണം ഞങ്ങളാണല്ലോ അവിടുത്തെ പെർമനന്റ് സ്റ്റാഫ്. ഏയ് രാകേഷ്, അങ്ങനെയൊന്നുമില്ല. മീര ഇന്റേൺ ആണെങ്കിലും മീരയും കമ്പനിയുടെ ഭാഗം തന്നെയാണ്. സോ മീരയ്ക്ക് ഇതിൽ പങ്കെടുക്കാം. അല്ല സാർ, അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? രാകേഷേ, എന്താവശ്യമുണ്ട് എന്തില്ല എന്നൊക്കെ എനിക്കറിഞ്ഞൂടെ? അല്ലെ പിന്നെ ഞാൻ ഈ സ്ഥാനത്തിരിക്കണോ? അല്ല, അതൊരു പോയിന്റാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ സാർ, നടക്കട്ടെ. താങ്ക് യു. എന്തൊക്കെ പറഞ്ഞാലും ശരി, മീരയുടെ ഐഡിയ കമ്പനി ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എടാ, മീര കൊടുക്കുന്ന ഐഡിയ നല്ലതാണ്, ഞങ്ങൾ എടുക്കും. ഇല്ല എന്നെ കമ്പനി വിടും. എടാ, അതല്ല ഞാൻ പറഞ്ഞത്. അവളുടെ ഐഡിയ എങ്ങനെ മോശമാക്കാൻ പറ്റും, അതാണ്. എടാ, എനിക്ക് അവളുടെ തലച്ചോറിനകത്ത് കയറിയിരുന്ന ഐഡിയ മാറ്റി വെക്കാനുള്ള കഴിവൊന്നുമില്ല. എടാ, നീ ആദ്യം ഫണ്ട് നിർത്ത്, കാര്യത്തിലേക്ക് വാ. നീയും ഫണ്ട് നിർത്ത്. എടാ, നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി ആവരുത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആവണം. എന്ന് മുതലേ മോനെ നിങ്ങൾക്ക് കമ്പനിയോട് ഇത്ര സ്നേഹം? എടാ, സ്നേഹത്തിൻ്റെ അല്ല. ഈ ബ്രാഞ്ച് എങ്ങാനും ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തെ ബ്രാഞ്ച് പൂട്ടിക്കെട്ടുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വീണ്ടും മുംബൈക്ക് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്കറിയാലോ, അവിടെ ആ സർദാർജിമാരുടെ വായിരിക്കുന്ന തറി മൊത്തം കേട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മുടെ ലോകം നമ്മൾ തന്നെ രാജാവ്. അതൊക്കെ ശരിയാടാ, പക്ഷെ എന്നാൽ അവളുടെ ഐഡിയ എന്തായിരിക്കുന്ന? എന്റെ ഐഡിയ എന്റെ അടുത്ത് ചോദിച്ച പോലെ. എടാ, നീ ഒന്ന് മാറിക്കൊടുത്തേ, അവള് പൊക്കോട്ടെ. എന്റെ ഐഡിയ എന്താണെന്ന് അറിയാത്തതിന്റെ വെപ്രാളമായിരിക്കും അല്ലേ? എന്തിനു വെപ്രാളം? ഞങ്ങൾക്കൊരു വെപ്രാളവും ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ കമ്പനിയിൽ കുറേ കാലമായി വർക്ക് ചെയ്തു. അതുകൊണ്ട് കമ്പനീൻ്റെ പിച്ചിങ് എന്താണെന്നും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ നീ ഇവിടുത്തെ ഒരു ഇന്റേൺ ആണല്ലോ, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ. ഫലമൊന്നും ഉണ്ടാവാൻ പോകണമൊന്നുമില്ല. കണ്ടോ അവൾ തല താത്തിട്ട് പോകുന്നുണ്ടല്ലേ? എപ്പടി? ഏയ്, അവള് നല്ല കോൺഫിഡൻറ്റിൽ നടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുന്താണ്. കുന്തത്തിൽ ലുട്ടാപ്പി പോകണമെങ്കിൽ പറന്ന് പോകേണ്ടി വരും. പോടാ. എന്തൊക്കെ തന്നെയാലും ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഈ ഓഫീസിൽ പോരാട്ടത്തിന് ദിനങ്ങളായിരിക്കും. ഹലോ ഗൈസ്,
നിങ്ങൾക്ക് തന്ന ടാസ്ക് നിങ്ങൾ നല്ല കോമ്പറ്റീഷൻ സ്പിരിറ്റോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊന്ന് കഥാപ്രസംഗം നടത്താതെ തേങ്ങ ഉടക്കി സ്വാമി. എന്താ രാകേഷ്, എന്തെങ്കിലും പറഞ്ഞോ? അല്ല, സാറ് തന്ന പ്രൊജക്റ്റൊക്കെ നിങ്ങൾ നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അതെ അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ പല ഐഡിയകളും ഞാൻ കമ്പനിയായിട്ട് ഷെയർ ചെയ്തിരുന്നു. സാർ, ഹെഡ് ഓഫീസിൽ നിന്ന് എന്ത് പറയുന്നു? അതെ, അത് തന്നെയാണ്. നമ്മുടെ എല്ലാ ഐഡിയകളും വളരെ നല്ലതായിരുന്നു. എന്നാലും അതിൽ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് കമ്പനി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് പറയാനായിരുന്നു ഈ മീറ്റിംഗ്. സാർ, ആരുടെ ഐഡിയയാണ് കമ്പനി തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് അറിയാം. എന്തായാലും സാറ് പറഞ്ഞോളൂ. കമ്പനി ചെയ്യാൻ പോകുന്ന മാർക്കറ്റിംഗ് ഐഡിയ നമുക്ക് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട മനുവാണ്. ഞാനോ? കൈയെടുക്കടാ. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. സബ്സിഡി റേറ്റിൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്നൊരു പദ്ധതിയായിരുന്നു മനു മുന്നോട്ട് വെച്ചത്. അതായത് ഒരു കോൺട്രാക്റ്റ് വെച്ച് ഒരു കമ്പനി നമ്മൾ ക്ലയൻ്റ് ആക്കി കഴിഞ്ഞാൽ ലൈഫ് ലോങ് വളരെയധികം സാമ്പത്തിക നേട്ടം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പദ്ധതി. വളരെ ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നു മനു. കൺഗ്രാറ്റ്സ്. ഇരിക്കും. അതുമാത്രമല്ല, ഇനി 2 മാസം കഴിഞ്ഞ് ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഗ്ലോബൽ സബ്മിറ്റിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് പോകാൻ മനുവിൻ്റെ ഒരു അവസരം ഉണ്ടാവും. താങ്ക് യു സാർ. ഓ ഇരി. എന്ന് വെച്ചാൽ നിങ്ങളാരും സബ്മിറ്റ് ചെയ്ത ഐഡിയ മോശമാണെന്നല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നടക്കട്ടെ കേട്ടോ. താങ്ക് യു സാർ. എന്നാൽ എൻ്റെ പൊട്ട, നീ ഇതെങ്ങനെ? സിമ്പിൾ. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ആരാണ് ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി ആലോചിച്ച് പോയി. ഞാൻ കമ്പനിക്ക് എന്താണ് ബെസ്റ്റ് എന്ന് കാര്യങ്ങൾ ആലോചിച്ച് പോയി. അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ഓക്കെ. എന്നാലും നമുക്കിതൊന്നും കിട്ടിയില്ലല്ലോ. വാ പോവാ.